ഹലോ അസ്സലാമു അലൈക്കും. താജാൻ്റെ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംദാൻ കരീം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ടുള്ളത് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല, അതാ വീഡിയോസ് ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി. ഞാൻ ഹാഫ്മൂൺ ചിക്കൻ സ്നാക്ക് എന്നാണ് അതിൻ്റെ റെസിപ്പിന് പേരിട്ടത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ളത് ആദ്യം 2 കപ്പ് മൈദ എടുക്കാം. നമ്മൾ ആദ്യം ചപ്പാത്തി പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 2 കപ്പ് മൈദ, ഒരു അല്പം ഉപ്പ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അത് നമ്മൾ സാധാരണ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുന്ന അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുക. നമുക്ക് നമ്മളെ ഡൗ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു 30 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം. ആദ്യം പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് നല്ല ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇവിടെ ഞാൻ 2 ഒനിയൻ എടുത്തിട്ടുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുള്ളത്, അത് അരിഞ്ഞത്. പിന്നെ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ പച്ചമുളക്, ഞാൻ അവിടെ 2 പച്ചമുളകാണ് അരിഞ്ഞത് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഇനി കുറച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാൻ ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നമ്മളെ ഇഷ്ടമാണ് എത്രയാണ്, നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത്, ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി വേവിച്ച് എടുത്ത് വെച്ച ചിക്കനാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഡവ് ഇതുപോലെ ഇങ്ങനെ ഉരുളാക്കണം. ഭയങ്കര ചെറുതല്ല, എന്നാൽ നല്ല വലുപ്പമല്ല, ഒരു മീഡിയം സൈസ്. ഇനി നമുക്ക് അത് നമ്മൾ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഓവർ തിന്നാവാനും പാടില്ല, എന്നാൽ ഓവർ കട്ടിയാവാനും പാടില്ല. നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാഷായിരിക്കും നമ്മൾ കടിക്കുമ്പോൾ. എന്നാൽ ഭയങ്കര തിന്നായിട്ടുണ്ടെങ്കിൽ ഫില്ലിങ് പൊട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നമ്മളങ്ങനെ പരത്തി കൊടുക്കാം. ഞാൻ അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ ചപ്പാത്തീൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. റൗണ്ട് മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡ് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വലിയ ഷീറ്റ് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 4 എണ്ണം കിട്ടും, 4 കുഞ്ഞു ചപ്പാത്തി പോലെ കിട്ടും. ഇനി നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മിഡിലായിട്ട്. എന്നിട്ട് അത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി 3 മുട്ട എടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഹാഫ് മൂണ് ഈ മുട്ടയിലേക്ക് മുക്കി കൊടുക്കുക. നന്നായിട്ട് മുക്കുക 2 സൈഡും. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ബ്രെഡ് ക്രംസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ ഹാഫ് മൂൺ ഓയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ ഇവിടെ ഹാഫ് മൂൺ ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് കാലം ആയതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാവും, സമൂസ, കട്ട്ലറ്റ് അതുപോലെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം എല്ലാവരും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത ദിവസം കാണാം വേറൊരു നല്ലൊരു സ്നാക്കുമായിട്ട്. അപ്പോൾ എല്ലാവരോടും റംദാൻ കരീം. അസ്സലാമു അലൈക്കും.